ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രീ സക്സസ് കോഡ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്സിലെ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിലെ 4ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ സോൾവ് ചെയ്യുന്നത്. ചോദ്യം 1 -1 1 -1 എന്ന ശ്രേണിയിലെ 35 പദങ്ങളുടെ തുക എത്ര? ചോദ്യം ഒന്നുകൂടി വായിക്കാം. 1 -1 1 -1 എന്ന ശ്രേണിയിലെ 35 പദങ്ങളുടെ തുകയാണ് കാണേണ്ടത്. ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷനാണ്, GP ആണ്. ജോമെട്രിക് പ്രോഗ്രഷനിലെ പദങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷനാണ് AR⁻n−1. AR⁻n−1 എന്ന ഫോർമുല ഉപയോഗിച്ചാണ് GPയിലെ പദങ്ങളുടെ തുക കാണുന്നത്. A എന്ന് പറയുന്നത് ഒന്നാം പദമായിരിക്കും. A എന്ന് പറയുന്നത് ഒന്നാം പദം. A = 1 ഇവിടുത്തെ ഒന്നാം പദമായി വരുന്നത്. R എന്ന് പറയുന്നത് T2/T1 ആണ്. രണ്ടാം പദം / ഒന്നാം പദമാണ്. T2/T1, അതായത് -1/1 ആണ്. ആൻസർ -1 വരും. R എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഇനി N എന്ന് പറയുന്നത് എത്ര പദങ്ങളുടെ തുകയാണോ കാണേണ്ടത് അതാണ് N. ഇവിടെ 35 പദങ്ങളുടെ തുകയാണ് കാണേണ്ടത്. N = 35. അപ്പോൾ സം കാണുന്നത് 35 പദങ്ങളുടെ തുക കാണാനായിട്ട് AR⁻n−1 എന്ന ഫോർമുലയിൽ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ 1 × R എന്ന് പറയുന്നത് -1 ആണ്. ⁻n−1, അതായത് 35 - 1 1 × -1 ഹോൾ റേസ് ടു 34. 1 × -1⁻34 എന്ന് പറയുന്നത് 1 തന്നെ ആയിരിക്കും. ഇരട്ടസംഖ്യ ആയതുകൊണ്ട് -1⁻34 1 1 × 1 = 1 തന്നെയാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ ഉത്തരം 1 ഉത്തരമായി വരുന്നത്. ഇനി അടുത്ത ചോദ്യം, x/y = 1/5. x/y എന്ന് പറയുന്നത് 1/5 ആയാൽ x + y / x - y എത്രയാണെന്നാണ് കാണേണ്ടത്. ഈ x/y = 1/5 ആയതുകൊണ്ട് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് 5x = y. 5x എന്ന് പറയുന്നത് y ആണ്. ഇനി ഈ ഇക്വേഷൻ നമുക്ക് അടുത്തതിൽ അപ്ലൈ ചെയ്യാം. x + y / x - y അപ്ലൈ ചെയ്യുമ്പോൾ x + yക്ക് പകരം 5x കൊടുക്കാം, / x - ഇവിടെയും yക്ക് പകരം 5x കൊടുക്കുക. x + 5x എന്ന് പറയുന്നത് എത്രയാണ്? 6x ആണ്. 6x / 1 - 5 എന്ന് പറയുന്നത് -4x ആണ്. x ക്യാൻസൽ ആവും. 6/-4 ആയിരിക്കും ആൻസർ. ഇതിനെ നമ്മൾക്ക് ലഘൂകരിക്കുമ്പോൾ -3/2 എന്ന് എഴുതാം. അപ്പോൾ -3/2 ആണ് അതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം, 2 3 5 8 12 അടുത്ത സംഖ്യയാണ് കാണേണ്ടത്. ഒന്നുകൂടി വായിക്കാം. 2 3 5 8 12 അത് കഴിഞ്ഞ് വരുന്ന സംഖ്യയാണ് കാണേണ്ടത്. ഇതിൽ നമുക്ക് ഓരോ സംഖ്യ നോക്കിയാൽ അറിയാം, 2ൻ്റെ കൂടെ +1 വരുമ്പോഴാണ് അടുത്ത സംഖ്യ വരുന്നത്. 2 + 1 3. ഇനി 3നോട് +2 ആണ് ചെയ്തിരിക്കുന്നത് 5. 5നോട് +3 ആണ് ചെയ്തത്. ദെൻ 8നോട് +4 ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് +1 +2 +3 +4 അടുത്ത നമ്പർ എത്രയായിരിക്കും? +5 ആയിരിക്കും.
12 + 5 ആണ് അവിടെ വരേണ്ടത്. അപ്പോൾ ആൻസർ 17. 17 ആയിരിക്കും ആൻസർ. 12 കഴിഞ്ഞ് വരുന്ന സംഖ്യ 17 ആയിരിക്കും. അടുത്തത്, അനു 1 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ 15 മിനിറ്റ് കളിക്കുന്നു. എന്നാൽ 4 മണിക്കൂർ സമയത്തിൽ എത്ര സമയമാണ് കളിക്കുന്നതെന്നാണ് ചോദ്യം. 1 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ 15 മിനിറ്റ് കളിക്കുന്നു. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ 15 മിനിറ്റ് കളിക്കുന്നു. അപ്പോൾ 1 മണിക്കൂറിൻ്റെ കൂടെ ഈ 15 മിനിറ്റ് കൂടി ആഡായി 1.25 മണിക്കൂറായി. വീണ്ടും 1 മണിക്കൂർ കൂടി പഠിക്കുന്നു. അപ്പോൾ ഈ 1.25 മണിക്കൂറിൻ്റെ കൂടെ പ്ലസ് 1 മണിക്കൂറും കൂടി കൂട്ടുമ്പോൾ 2.25 മണിക്കൂർ പഠിച്ചു. വീണ്ടും 15 മിനിറ്റ് കളിക്കുന്നു. 2.25 മണിക്കൂറിന് ശേഷം വീണ്ടും 15 മിനിറ്റ് കളിക്കുമ്പോൾ 2.5 മണിക്കൂറായി. 2 മണിക്കൂറും 30 മിനിറ്റ്. വീണ്ടും 1 മണിക്കൂർ പഠിക്കുന്നു. 2.5 മണിക്കൂറിൻ്റെ കൂടെ 1 മണിക്കൂർ പഠിക്കുന്നു. അപ്പോൾ 3.5 മണിക്കൂർ. 3 മണിക്കൂറും 30 മിനിറ്റ് പ്ലസ് 15 മിനിറ്റ് കളിക്കുന്നു. 3 മണിക്കൂറും 45 മിനിറ്റും കഴിഞ്ഞു. നമ്മളുടെ ചോദ്യം 4 മണിക്കൂർ സമയത്തിൽ എത്ര സമയമാണ് കളിക്കുന്നതെന്നാണ്. അപ്പോൾ ഏതായാലും 3 മണിക്കൂറും 45 മിനിറ്റുമായി. അപ്പോൾ ടോട്ടൽ കളിക്കുന്ന സമയം എത്രയാണ്? ഇവിടെ ആദ്യം 1 മണിക്കൂറിന് ശേഷം 15 മിനിറ്റ് കളിച്ചു. അതിനുശേഷം 2.25 മണിക്കൂറിന് ശേഷം വീണ്ടും ഒരു 15 മിനിറ്റ്. വീണ്ടും 3.5 മണിക്കൂറിന് ശേഷവും 15 മിനിറ്റ്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 45 മിനിറ്റ്സ് ആണ് കളിക്കാനെടുക്കുന്നത്. 4 മണിക്കൂർ സമയത്തിൽ എത്ര സമയമാണ് കളിക്കുന്നതെന്നാണ് ചോദിച്ചത്. 45 മിനിറ്റാണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്ത ചോദ്യം, രാമു ക്യൂവിൽ മുന്നിൽ നിന്ന് 13ാമതും പിന്നിൽ നിന്ന് 7ാമതുമാണ്. ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? രാമു ക്യൂവിൽ മുന്നിൽ നിന്ന് 13ാമതെന്ന് പറയുമ്പോൾ മുന്നിൽ 12 പേരുണ്ടാവും. മുന്നിൽ 12 പേര്. 13ാമത്തെ ആയിരിക്കും രാമു. അപ്പോൾ 13 പ്ലസ് പിന്നിൽ നിന്ന് 7ാമതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നിൽ വീണ്ടും 6 പേർ ഉണ്ടാവും. 7ാമത്തെ ആണ് രാമുവെങ്കിൽ പിന്നിൽ 6 പേർ ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ എത്രയായി? 12 + 1 + 6 19 പേരാണ് ആകെ ക്യൂവിലുള്ളത്. ഇനി അടുത്ത ചോദ്യം, 200 രൂപയ്ക്ക് വാങ്ങിയ സാധനം 230 രൂപയ്ക്ക് വിറ്റാൽ ലാഭം എത്ര ശതമാനം? അപ്പോൾ വാങ്ങിയ വില എന്ന് പറയുന്നത് 200 രൂപയാണല്ലേ. വാങ്ങിയ വില 200 രൂപ, 230 രൂപയ്ക്കാണ് വിറ്റത്. ലാഭം എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്കറിയാം 30 രൂപ എന്തായാലും ലാഭം. 30 രൂപയാണ് ലാഭം. വാങ്ങിയ വില എന്ന് പറയുന്നത് 200 ആണ്. അപ്പോൾ നമുക്ക് ലാഭശതമാനം കാണാനായിട്ട് ലാഭം / വാങ്ങിയ വില × 100 ആണ് ചെയ്യേണ്ടത്. ലാഭം / വാങ്ങിയ വില × 100 ആണ് ലാഭശതമാനം. അപ്പോൾ ലാഭം എന്ന് പറയുന്നത് 30 രൂപയല്ലേ. / വാങ്ങിയ വില എത്രയാണ്? 200 × 100. 30 / 200 × 100 ക്യാൻസൽ ചെയ്യാം. 30/2 എന്ന് പറയുന്നത് 15% ആയിരിക്കും ലാഭശതമാനം. അപ്പോൾ അതിൻ്റെ ആൻസർ 15%. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിൻ്റെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഇനി അടുത്ത ചോദ്യം, ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് 12.5 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. ഒരു വശത്തിൻ്റെ നീളം 3.25 സെൻറ്റിമീറ്റർ ആയാൽ മറ്റേ വശത്തിൻ്റെ നീളം എത്ര? അപ്പോൾ ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് വിസ്തീർണമാണ്. വിസ്തീർണം 12.5 സെൻറ്റിമീറ്റർ സ്ക്വയറാണ് വിസ്തീർണം.
12 എന്ന് പറയുന്നത് നമുക്ക് 25/2 എന്ന് എഴുതാം. വിഷമഭിന്നമാക്കി മാറ്റുമ്പോൾ 25/2 എന്ന് എഴുതാം. ഒരു വശത്തിൻ്റെ നീളം 3.25 സെൻറ്റിമീറ്റർ, അതായത് 3/4. അതിനെ 15/4 എന്ന വിഷമഭിന്ന രൂപത്തിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ പരപ്പളവ് 25/2 സെൻറ്റിമീറ്ററും ഒരു വശത്തിൻ്റെ നീളം 15/4 സെൻറ്റിമീറ്ററുമാണ്. മറ്റേ വശത്തിൻ്റെ നീളമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ പരപ്പളവ് അഥവാ വിസ്തീർണം എന്ന് പറഞ്ഞാൽ നീളം ഇൻറ്റു വീതിയാണെന്ന് നമുക്കറിയാം. നീളം ഇൻറ്റു വീതിയായിരിക്കും വിസ്തീർണം. അപ്പോൾ അതിലേതെങ്കിലും ഒരു വശത്തിൻ്റെ നീളം കാണാനായിട്ട് നമുക്ക് പരപ്പളവിനെ ആ ഒരു വശത്തിൻ്റെ നീളം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 25/2 ഹരണം 15/4. 25/2 ചെയ്യണം. എപ്പോഴും ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വിൽക്രമം കൊണ്ട് ഗുണിക്കുകയാണ്. 25/2 ഇൻറ്റു വിൽക്രമം എന്ന് പറയുന്നത് റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 4/15 ആയിരിക്കും. ഇവിടെ നമുക്ക് 25 × 4 100 2 × 15 30. ഇത് ക്യാൻസൽ ചെയ്യാം, 2 സീറോസ്. ആൻസർ 10/3 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ മറ്റേ വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 10/3 മിശ്രഭിന്നമാക്കിയും എഴുതാം. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 10/3 ആയതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതാം. ഇനി ഒരു കുട്ടിക്ക് 7 വിഷയങ്ങൾക്ക് കിട്ടിയ ശരാശരി മാർക്ക് 40. കണക്കൊഴികെയുള്ള വിഷയങ്ങളുടെ ശരാശരി 38 ആണെങ്കിൽ കണക്കിൻ്റെ മാർക്ക് എത്രയാണ്? ചോദ്യം ഒന്നുകൂടി വായിക്കാം. ഒരു കുട്ടിക്ക് 7 വിഷയങ്ങൾക്ക് കിട്ടിയ ശരാശരി മാർക്ക് 40. കണക്ക് ഒഴികെയുള്ള വിഷയങ്ങളുടെ ശരാശരി 38 ആണെങ്കിൽ കണക്കിൻ്റെ മാർക്ക് എത്ര? അപ്പോൾ 7 വിഷയങ്ങൾക്ക് കിട്ടിയ ശരാശരി 40 മാർക്കായതുകൊണ്ട് നമുക്കതിൽ നിന്ന് ആകെ മാർക്ക് കണ്ടുപിടിക്കാം. അതായത് ഒരു വിഷയത്തിൻ്റെ ശരാശരി മാർക്കാണ് 40. അങ്ങനെ 7 വിഷയങ്ങളുണ്ട്. അപ്പോൾ 40 × 7 എന്ന് പറയുന്നത് 280 ടോട്ടൽ മാർക്ക്. ഇതിൽ കണക്ക് ഒഴികെയുള്ള വിഷയങ്ങളുടെ ശരാശരിയാണ് 38. അപ്പോൾ കണക്ക് ഒഴികെ എന്ന് പറയുമ്പോൾ 6 വിഷയങ്ങളാവും. 6 വിഷയങ്ങളുടെ ശരാശരി 38. അപ്പോൾ 38 × 6. 38 × 6 എന്ന് പറയുന്നത് 228. 228 6 വിഷയങ്ങളുടെ ആകെ മാർക്ക്. അതായത് കണക്കൊഴികെയുള്ള വിഷയങ്ങളുടെ മാർക്ക് 228 എങ്കിൽ നമുക്ക് കണക്കിൻ്റെ മാർക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാമല്ലോ. 280ഉം 228ഉം തമ്മിലുള്ള വ്യത്യാസമായിരിക്കും കണക്കിൻ്റെ മാർക്ക് എന്ന് പറയുന്നത്. 280ൽ നിന്ന് 228 മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 2, 7ൽ നിന്ന് 2 പോയാൽ 5, 52 ആയിരിക്കും ആൻസർ കേട്ടോ. 280ൽ നിന്ന് 228 കുറയ്ക്കുമ്പോൾ മാത്സിൻ്റെ മാർക്ക് 52 വരുന്നത്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മളിവിടെ സോൾവ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.